യുഎഇയിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം മെയ് 25 മുതൽ 29 വരെയാണ് അവധി. ശനി ഞായർ കഴിഞ്ഞ് ജൂൺ 1-നാകും സ്കൂൾ തുറക്കുക. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഗുഡ് ഈവനിംഗ്. കുട്ടികൾക്ക് ഒരാഴ്ച അവധി ഉണ്ടാവും പെരുന്നാളിനല്ലേ അവിടെ? എന്തായാലും ഒരാഴ്ച അവധി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഔദ്യോഗികമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് മെയ് 27-നായിരിക്കാം ഒരുപക്ഷെ ബലിപെരുന്നാളെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദിവസം അങ്ങോട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ അവധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് 25 മുതൽ 29 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഈ 29 കഴിയുന്നതോടുകൂടി പിന്നീട് 30-31 ശനി ഞായർ ദിവസങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആകെ 5 ദിവസം ഔദ്യോഗികമായ അവധി, പിന്നീട് ശനി ഞായർ അവധി, അങ്ങനെ 7 ദിവസത്തെ അവധി ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നേരത്തെ ഇത്തരത്തിൽ അവധി ഉണ്ടാകില്ല, ഒരു ദീർഘമായിട്ടുള്ള അവധി ഉണ്ടാകില്ല എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ സംഘർഷ സമയത്ത് കൂടുതൽ ദിവസങ്ങളിൽ സ്കൂൾ അടച്ചിട്ടിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ സ്കൂളുകൾ തുറന്നാൽ, ഇത്തരത്തിൽ അടച്ചിട്ടാൽ അത് വിദ്യാഭ്യാസ കലണ്ടറിനെ സാരമായി തന്നെ ബാധിക്കും, കുട്ടികളുടെ പഠന സമയത്തെ ബാധിക്കും എന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അവധി എന്തായാലും 5 ദിവസത്തേക്ക് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 2 ദിവസം കൂടി ചേരുമ്പോൾ അത് 7 ദിവസമായി മാറും. അതിനുശേഷം ഈ യുഎഇയിലെ സിലബസ് അനുസരിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് ഏതാണ്ട് 1 മാസം കൊണ്ട് തന്നെ ക്ലാസുകൾ തീരും, ഈ വർഷത്തെ ക്ലാസുകൾ അവസാനിക്കും എന്നുള്ള വിവരം കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്നുണ്ട്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.